eyes. Our eyes help us to see. Okay, നമ്മുടെ കണ്ണുകള് നമ്മളെ കാണാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെ നമ്മൾ ഐസ് എന്ന് എഴുതാം? അറിയോ എല്ലാവർക്കും ഐസ് എഴുതാൻ? എഴുതിക്കോ. നോട്ട് ബുക്ക് ഇല്ലേ കയ്യില്? കഴിഞ്ഞ ദിവസം നമ്മൾ ഹാൻഡ്സിന്റെയും ലെഗ്സിന്റെയും ഒക്കെ എഴുതില്ലായിരുന്നോ? അപ്പൊ അതുപോലെ ഐസ്. 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 EYES. ഐസ്. എഴുതിയോ ഐസ് നോട്ട്ബുക്കില്? EYES. ഐസ്. ഐസ് എന്ന് എഴുതിയിട്ട് ടീച്ചർ ഇട്ടതുപോലെ ചെറിയൊരു വരയിടുക കേട്ടോ. വൃത്തിക്ക് എഴുതണേ, നല്ല നീറ്റ് ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കണേ. നല്ല ഭംഗിയായിട്ട് എഴുതുന്ന മിടുക്കനെ മിടുക്കി ആരാന്ന് ടീച്ചർ നോക്കട്ടെ. ഐസ്. നമ്മുടെ ഐസ് നമ്മളെ എന്തിനെ സഹായിക്കുന്ന ടീച്ചർ പറഞ്ഞേ? help us to see. Yes, E see. See. Yes, see. See എന്ന് പറഞ്ഞാൽ കാണുക കേട്ടോ. Yes, see യുടെ അർത്ഥം കാണുക. എല്ലാരും എഴുതിയോ? Yes, see യുടെ അർത്ഥം നല്ല ഭംഗിയായിട്ട് എഴുതിയോ? ഐസ്. ഐസ് എന്നാല് സി എന്നാണ്. സിയുടെ അർത്ഥം എന്താന്ന് വെച്ചാൽ കാണുക. അത് നിങ്ങൾ എഴുതണ്ട കേട്ടോ. സിയുടെ അർത്ഥം എഴുതണ്ട. ഐസ് എന്ന് എഴുതി ഒരു വരയിട്ടിട്ട് സി എന്ന് എഴുതുക. ഐസ് ഹെൽപ്പ് us to see. SEE see. Okay, our eyes help us to see. Okay, എല്ലാരും എഴുതിയില്ലേ അത്? എല്ലാരും എഴുതിയ മക്കളെ അത്? യെസ്, നല്ല ഭംഗിയായിട്ട് എഴുതിയോ? ഓക്കെ. ഓക്കെ, അപ്പോ ഐസ് നമ്മൾ പഠിച്ചു അല്ലേ? ദെൻ നോസ്. നമ്മുടെ നോസിനെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? നോസ്. നോസ് എന്താ നോസ് എന്ന് പറഞ്ഞ? മൂക്ക് അല്ലേ? NOSE നോസ്. ഇനി നമ്മുടെ നോസ് നമ്മൾ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നേ? Our nose help us to smell അല്ലേ? നല്ല മണം അല്ലേ? നമ്മൾ പൂവൊക്കെ കാണുമ്പോൾ പൂവിന്റെ നല്ല മണമുള്ള പൂവാണല്ലോ എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പൊ എങ്ങനെയാണ്? We get the smell through our nose അല്ലേ? നമ്മുടെ നോസ് ആണ് നമുക്ക് സ്മെൽ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നത്. നോസ് എങ്ങനെ നോസ് എഴുതുന്ന നോക്കിയേ? NOSE നോസ്. ഓക്കെ, നോസ്. NOSE നോസ്.
nose. We smell through our nose. അല്ലേ? നമുക്ക് സ്മെൽ ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ നോസ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടാണ്. സ്മെൽ എങ്ങനെയാ? സ്മെല്ലിന്റെ സ്പെല്ലിംഗ് SMELL. സ്മെൽ. സ്മോൾ എന്ന് എഴുതരുതേ. സ്മെൽ. SMELL. സ്മെൽ. എഴുതിക്കേ, നല്ല ഭംഗിയായിട്ട് എഴുതിക്കേ. നോസ്. Nose help us to smell. Okay. Our nose helps us to smell. Okay. ആദ്യം പഠിച്ചത് എന്തായിരുന്നു? Eyes. Eyes help us to see. അല്ലേ? കണ്ണ് നമ്മളെ കാണാൻ സഹായിക്കുന്നു. പിന്നെ nose. Our nose help us to smell. നമ്മുടെ മൂക്ക് നമ്മളെ സ്മെൽ ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. എഴുതിയ മക്കളെ എല്ലാവരും? ഓക്കെ. എല്ലാവരും എഴുതിയോ? രണ്ടെണ്ണം എഴുതിയെങ്കിൽ തമ്പ് തന്ന ടീച്ചർക്ക്. ആർക്കെങ്കിലും എഴുതാൻ കിട്ടാത്തതുണ്ടോ? എല്ലാവരും എഴുതി അല്ലേ? ആദിത്തനു അവിടെ ഇരുന്നേ മോനെ. ജോവിനും ജോയിലും ആരാ ഏറ്റ് നടക്കുന്നേ? ഒക്കെ എഴുതി കഴിഞ്ഞു അല്ലേ? നല്ല മക്കള്. ഓക്കെ. ഓക്കെ. അടുത്തത് അവർ ഇയേഴ്സ്. ഇയർ അല്ലേ? നമ്മുടെ ചെവിക്കാണ് ഇയർ എന്ന് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? അവർ ഇയർ. ഇയർ. Our ears help us to hear. 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 Hear എന്ന് പറഞ്ഞാൽ കേൾക്കുക. നമ്മുടെ ചെവി നമ്മളെ കേൾക്കാൻ സഹായിക്കുന്നു. Our ears help us to hear. അല്ലേ? എങ്ങനെ എഴുതുന്നേ? നോക്കിക്കേ. ഓക്കെ.
എന്താണ്? ഇയർ. ഇയർ അല്ലേ? Our ears, ear help us to hear. Hear. Our ears help us to hear. Okay? കിട്ടിയില്ലേ മക്കളെ? ആദ്യം നമ്മള് ഐസ് എഴുതി. ഐസ് ഹെൽപ്പ് us to see. രണ്ടാമത്തത് നോസ് എഴുതി. നോസ് ഹെൽപ്പ് us to smell. മൂന്നാമത്തത് ഇയേഴ്സ്. ഇയേഴ്സ് ഹെൽപ്പ് us to hear. Okay? എഴുതിയോ? ഇനി അടുത്ത എന്തായിരുന്നു? അടുത്തത് സ്കിൻ. എന്താണ്? സ്കിൻ. സ്കിൻ എന്ന് പറഞ്ഞ എന്താ? നമ്മുടെ ത്വക്ക്, നമ്മുടെ തൊലി, ത്വക്ക് കേട്ടോ. സ്കിൻ നമ്മുടെ ത്വക്കിനാണ് സ്കിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ത്വക്ക് അല്ലെങ്കിൽ തൊലി, ത്വക്ക്, അതിനാണ് സ്കിൻ എന്ന് പറയുന്നത്. സ്കിൻ. അപ്പൊ നമ്മുടെ സ്കിൻ നമ്മളെ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഫീൽ ചെയ്യാൻ. അതെങ്ങനെയാ? നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ പുറകിൽ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ തോണ്ടി വിളിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടല്ലേ? അറിയോ? നിങ്ങൾ ക്ലാസ് മുമ്പോട്ടിരിക്കുമ്പോ തിരിഞ്ഞിരിക്കുമ്പോ പുറകിൽ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങൾ ഇങ്ങനെ തോണ്ടുമ്പോ നിങ്ങൾ അറിയുന്നുണ്ടല്ലേ? അറിയുന്നില്ലേ? അതാണ് ഫീൽ. ഫീൽ. അവർ സ്കിൻ ഹെൽപ്പ് us to feel. Feel. Our skin help us to feel. എഴുതിയ മക്കളെ? Did you write? Yes. Ear. Our ears help us to hear. Our skin help us to feel. എന്തായിരുന്നു? Our eyes help us to see. Our nose help us to smell. എല്ലാരും എഴുതി കഴിഞ്ഞായിരുന്നോ? എഴുതി കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ കാണിക്കണേ. ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി കാണിക്കുക. എന്താണ്? റസീൻ യൂസഫ് എഴുതിയില്ലേ മോനെ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ എന്താണ്? എന്താ റസീന്? എഴുതിയില്ല. ഓക്കെ, ഇപ്പൊ കാണിച്ചു. Our ear help us to hear, skin to feel. പെട്ടെന്ന് എഴുതിയെടുത്തേ.
ear help us to hear, skin help us to feel. പിന്നെന്തായിരുന്നു ഇതാര് സ്ക്രീനിൽ വരയ്ക്കുന്നേ? പിന്നെ our eyes help us to see, our nose helps us to smell. എഴുതിയ മോനെ റസീൻ? റസീൻ യൂസഫ് എഴുതിയോ? എഴുതിയെങ്കിൽ ഇങ്ങനെ കാണിച്ച്. റസീൻ കംപ്ലീറ്റ് ആക്ക് വേഗം. ബാക്കി എല്ലാരും എഴുതി കഴിഞ്ഞില്ലേ മക്കളെ? Okay, is it okay? നസ മറിയം എഴുതിയില്ലേ? നസ അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്യ് നസ. നസയുടെ വഴക്കുണ്ടാക്കുവാണോ? അൺമ്യൂട്ട് ചെയ്തേ. എന്ത് നസ എഴുതിയില്ലേടി? നസ നസ എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു. കേൾക്കുന്നില്ല നസ? നസ നസയ്ക്ക് റേഞ്ച് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. നസ പോയി. ഓക്കെ, നസയ്ക്ക് റേഞ്ച് പ്രോബ്ലം, പക്ഷേ തിരിച്ചു വരുമായിരിക്കും. ഓക്കെ, ബാക്കി എല്ലാവർക്കും കിട്ടിയ മക്കളെ? യെസ്. ഓക്കെ, അപ്പോ ടീച്ചർ തരുന്ന വാക്കുകൾ പഠിച്ചായിരുന്നോ? കഴിഞ്ഞ ദിവസം തന്ന അവർ ഹാൻഡ്സ്, ഹോൾഡ്, റൈറ്റ്, ക്ലാപ്പ്, അതിന്റെ സ്പെല്ലിങ്സ് പഠിച്ചായിരുന്നോ? ഓക്കെ, പഠിച്ചായിരുന്നു അല്ലേ? അപ്പോ ഇനിയുണ്ടല്ലോ ടീച്ചർ ടെസ്റ്റ് ഇടും ഈ സ്പെല്ലിങ്സിന്റെ ഒക്കെ. എന്നാന്നറിയാവോ? അടുത്ത ബുധനാഴ്ച നെക്സ്റ്റ് ക്ലാസ് EVSന്റെ അടുത്ത ക്ലാസ്സില് ടീച്ചർ ടെസ്റ്റ് ഇടും കേട്ടോ. ഡിക്റ്റേഷൻ ഇടും. ഏതൊക്കെ വാക്കുകളായിരിക്കും? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും. കേൾക്കുന്നില്ലേ ഷഹാബ്രയ്ക്ക്? ഷഹാബ്രയ്ക്ക് കേൾക്കുന്നില്ല. ബാക്കി എല്ലാവർക്കും കേൾക്കുന്നില്ലേ മക്കളെ? ബാക്കി എല്ലാവർക്കും ടീച്ചർ പറയുന്ന കേൾക്കുന്നില്ലേ? ഉണ്ട്. ആൻസ് ടീച്ചറിനെ കേൾക്കാമോടി? ആൻസ് കേൾക്കാമെങ്കിൽ ഒന്ന് കൈ കാണിച്ച്. ഓക്കെ, ആൻസിനെ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഗുഡ്. മക്കളെ കേൾക്കുന്നില്ലാത്ത മക്കൾക്ക് എന്തെങ്കിലും റേഞ്ചിന്റെ പ്രശ്നമോ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. നമ്മുടെ ഇന്നത്തെ ക്ലൈമറ്റ് ഒരു ക്ലൗഡി
ക്ലൈമറ്റ് ആണ്, ചിലപ്പോൾ അതിന്റെയൊക്കെ ആയിരിക്കാം. നിങ്ങൾക്ക് എന്തായാലും യൂട്യൂബിൽ കിട്ടും. പിന്നെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്താ പഠിപ്പിച്ചെന്നുള്ള ടീച്ചർ വോയിസ് ക്ലിപ്പ് ഇടും വാട്സപ്പിൽ കേട്ടോ. ഓക്കെ, അപ്പോ അടുത്ത EVS ക്ലാസ്സിൽ ടീച്ചർ ഒരു സ്പെല്ലിംഗ് ടെസ്റ്റ് ഇടും. അടുത്ത EVS ക്ലാസ്സിൽ നിങ്ങൾക്ക് സ്പെല്ലിംഗ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഏതൊക്കെ സ്പെല്ലിംഗ് ടീച്ചർ ചോദിക്കാൻ ഇപ്പൊ തരാം കേട്ടോ. നമ്മളിപ്പോ എഴുതിയൊക്കെ തന്നെയാണ്, എങ്കിലും ഒരു പ്രാവശ്യം കൂടെ ടീച്ചർ എഴുതി തരാം. അത് മറന്നു പോകുന്നുള്ളവർ എഴുതി വെച്ചു കേട്ടോ. അടുത്ത ദിവസത്തെ ആര് സ്ക്രീനിൽ വരയ്ക്കരുത്. അടുത്ത ദിവസത്തെ ക്ലാസ്സില് സ്പെല്ലിംഗ് ടെസ്റ്റ് ടീച്ചർ ഇടും. ഏതൊക്കെയാണെന്നറിയാവോ? ഹാൻഡ്. ഓക്കെ, ഹാൻഡ് ഉണ്ടാവും. പിന്നെയോ എഴുതി വെക്കേണ്ടവർ എഴുതി വെച്ചോ. ഹാൻഡ്, ഹോൾഡ്, ഹാൻഡ്, ഹോൾഡ്. പിന്നെയോ റൈറ്റ്, റൈറ്റ് ഉണ്ട്. പിന്നെ ക്ലാപ്പ്, ക്ലാപ്പ്. ഈ 4 വേർഡ്സ് ഉണ്ടാവും. പിന്നെയോ പിന്നെ അതുപോലെ ലെഗ്സ്, ലെഗ്സ്, walk, walk, run, പിന്നെയോ jump, jump, hop. ഓക്കെ, ഇത്രയും വാക്കുകളായിരിക്കും. 9 വേർഡ്സ്. ഓക്കെ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്, ഇന്ന് പഠിപ്പിച്ചതല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് കേട്ടോ. ഇഷ്ടംപോലെ സമയമുണ്ട്. ഓക്കെ, ഇഷ്ടംപോലെ സമയമുണ്ട് പഠിക്കാൻ. കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? നമ്മുടെ നോട്ട്ബുക്കിൽ ഓൾറെഡി എഴുതിയ വാക്കുകളാണ് അല്ലേ? അപ്പോ അന്നേ ടീച്ചർ പഠിക്കാൻ പറഞ്ഞിരുന്നു, പിന്നെ കുറച്ച് ദിവസങ്ങളും കൂടെ തരുക പഠിക്കാൻ കേട്ടോ. അപ്പൊ എല്ലാ മക്കളും ഈ 9 വാക്കും കറക്റ്റ് ആക്കി എഴുതണം കേട്ടോ. നന്നായിട്ട് സ്പെല്ലിംഗ് പഠിക്കണം. ഓക്കെ മക്കളെ, അപ്പോ നമ്മുടെ ടൈം തീരാറായി. ആരവ് പി വിനോദ് ഉണ്ടോ ക്ലാസ്സില്? ആരവ് പി വിനോദ്? കേബൽ വിനോദ് ഉണ്ടോ? എന്താ ശിഖരാജ്, എന്താണ് ആവശ്യമില്ലാതെ വെറുതെ വിളിക്കല്ലേ? എന്താ മോളെ അഡ്മിറ്റ് ചെയ്തിട്ട് പറ. എന്താ മോളെ? ഇപ്പം പഠിപ്പിച്ചത് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അയക്കണോ? എഴുതിയിട്ട് അയക്കണം കേട്ടോ. അത് പിന്നെ എല്ലാ ദിവസവും ടീച്ചർ പറയുന്നില്ല, അതാത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് അന്നന്നുള്ളത് എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യണം. ഇന്നിപ്പോ എഴുതിയില്ലേ ഓൾറെഡി നോട്ട്ബുക്കില്?
ഒരു പേജ് എഴുതുക എന്നിട്ട് പോസ്റ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു. ഇടുക്കി. അഭിലാഷ് MA ഉണ്ടോ? ക്ലാസ്സിൽ വന്നിട്ടുണ്ടോ? നമ്മുടെ ക്ലാസ് തീരാറായി കേട്ടോ. അധീന സുനിൽ കുമാർ, ആദിഷ് KP. ചിലപ്പോ എല്ലാവരുടെയും പേര് വിളിച്ചെന്നിരിക്കില്ല, അതിനിപ്പോ നമ്മുടെ സമയം കട്ടായി തീരുമായിരിക്കും. ജസ്റ്റ് ഒന്ന് നോക്കുന്ന കുട്ടികൾ കേട്ടോ. ആദിത്യ, ഓക്കെ. ആദിത്യൻ എല്ലാം എഴുതിയ? ആദിത്യൻ ഓക്കെ, എല്ലാം എഴുതിയ മോനെ? ഗുഡ് ബോയ് കേട്ടോ. അപ്പൊ ഇന്ന് ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ടീച്ചറിനോട്? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടോ? റസീൻ ഉണ്ടെന്നാണോ പറയുന്നത്? റസീൻ അൺമ്യൂട്ട് ചെയ്തേ. റസീന് എന്താ ചോദിക്കാനുള്ളത്? എന്താ മോനെ? ഇന്ന് ഡിക്റ്റേഷൻ എഴുതിയിട്ടിടണോ? ഇന്ന് ഡിക്റ്റേഷൻ എഴുതിയിട്ടിടണോ? വേണ്ട മോനെ, ഡിക്റ്റേഷൻ ഇന്നല്ലല്ലോ. ടീച്ചർ പറഞ്ഞ അടുത്ത ക്ലാസ്സിൽ ടീച്ചർ പറയുന്ന വാക്കുകൾ ടീച്ചർ പറയുമ്പോ മോൻ എഴുതുക വേണ്ടേ കേട്ടോ. അടുത്ത ആഴ്ച ഡിക്റ്റേഷൻ, ഇന്നല്ല. ഗ്രൂപ്പില് ഡിക്റ്റേഷൻ ഇന്നല്ല, അടുത്ത ആഴ്ചയാണ്. കേൾക്കുന്നില്ലേ? ഇന്നിടേണ്ടത് ഇന്ന് നമ്മൾ എഴുതിയ രണ്ട് വാക്കുകളില്ലേ? ഐസ് ഹെൽപ്പ് us to see, nose help us to smell, ears help us to hear, skin help us to feel അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ എഴുതിയതാണ് ഓരോ പേജ് എഴുതി ഗ്രൂപ്പിലിടേണ്ടത്. ഡിക്റ്റേഷൻ ടീച്ചർ അടുത്ത ക്ലാസ്സിലാണ് ഇടുന്നത് കേട്ടോ. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു സെക്കൻഡ്. മദിയ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? മഹദിയ എന്തായിരുന്നു? പറഞ്ഞോ. കേൾക്കുന്നില്ലല്ലോ എനിക്ക്. എന്തായിരുന്നു? കേൾക്കുന്നില്ല. പറ, ഇപ്പൊ കേൾക്കുന്നുണ്ട്. ടീച്ചർ ആദ്യം എന്താ പറഞ്ഞു കൊടുത്തൊന്നും കേട്ടിട്ടില്ല. ടീച്ചർ പറഞ്ഞത് ഏതോ? ടീച്ചർ ഇന്ന് പറഞ്ഞതാ ടീച്ചറെ? ഇന്ന് പറഞ്ഞത് നോസ്, ഇയർ, സ്കിൻ, ഇത് മാത്രം എഴുതി തോന്നുന്നു. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. അതെയോ? ഐസ് എന്ന് എഴുതിയിട്ട് അതിന്റെ നേരെ സി എന്ന് എഴുതണം. SEE. നോസ് എന്ന് എഴുതിയിട്ട് അതിന്റെ നേരെ സ്മെൽ എന്ന് എഴുതണം. SMELL. പിന്നെ ഇയേഴ്സ് എന്ന് എഴുതിയിട്ട് അതിന്റെ നേരെ ഹിയർ, HEAR. ഇയർ എന്ന് എഴുതിയിട്ട് ഹിയർ എന്ന് എഴുതുക, HEAR. സ്കിൻ ലാസ്റ്റ് പറഞ്ഞത്. സ്കിൻ, ഫീൽ. സ്കിൻ എന്ന് എഴുതിയിട്ട് അതിന്റെ നേരെ FEEL, ഫീൽ എന്ന് എഴുതുക. ഐസ് പറഞ്ഞില്ല ആദ്യം? എന്തോ? ആദ്യം പറഞ്ഞത് ഐസ് അല്ലേ? ആദ്യം പറഞ്ഞത് ഐസ്, അത് കഴിഞ്ഞ് നോസ്, പിന്നെ ഇയേഴ്സ്, പിന്നെ സ്കിൻ. ഇവിടെ കേട്ടിട്ടില്ല, കൊറേ നേരം സമയം വിളിക്കുന്നുണ്ട്, കേൾക്കുന്നേ ഇല്ല. അതെയോ? റേഞ്ചിന്റെ വിഷയം ഉണ്ടെന്ന്. ഇന്ന് ഒത്തിരി പേർക്കുണ്ട് റേഞ്ചിന്റെ വിഷയം. അത് യൂട്യൂബിൽ ഇതിൽ കാണില്ലേ? യൂട്യൂബിൽ കാണാല്ലേ? യൂട്യൂബിൽ കാണാം, യൂട്യൂബിൽ ഉണ്ടാവും. അതാ ടീച്ചർ പറഞ്ഞ ഇതുവരെയൊക്കെ കേട്ടിട്ടില്ല, അതുകൊണ്ട് അങ്ങോട്ട് വിളിച്ചു. യൂട്യൂബിൽ വരും. ഓക്കെ മക്കളെ, ബാക്കി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജൽവ എന്താടേ? അൺമ്യൂട്ട് ചെയ്തേ. എന്തേ ആയില്ല? അൺമ്യൂട്ട് ആയില്ല. വേഗം പറഞ്ഞു, നമ്മുടെ സമയത്ത് തീരും.
പറയൂ. അത് ഓരോ പേജ് എഴുതിക്കോ. സ്പെല്ലിംഗ് പഠിക്കുമല്ലോ. മഴയത്തൊന്നും ഇറങ്ങാൻ പോകണ്ട, റൂമിൽ തന്നെ ഇരുന്നിട്ട് ഓരോ പേജ് എഴുതിക്കോ. ഇഷ്ടംപോലെ സമയമില്ലേ അല്ലേ ജൽവാ? ഒരാഴ്ച സമയമുണ്ട് പഠിക്കാൻ. ഹോംവർക്ക് ഇന്ന് തന്നെ ചെയ്യണേ. ഹോംവർക്ക് ഇന്ന് തന്നെ ചെയ്യണേ. വെച്ചിരുന്നാ നീ മറന്നു പോകും. സ്പെല്ലിംഗ് എല്ലാം പഠിച്ച് നല്ല കുട്ടിയായിട്ട് ഡിക്റ്റേഷൻ റെഡി ആയിട്ട് വരിക. അപ്പൊ നമുക്ക് നിർത്താം, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മക്കളെ, ഓക്കെ.